ഹലോ ഗായ്സ്, നമ്മൾ ശനിയാഴ്ചത്തെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിലെ റിവ്യൂവിനകത്ത് നമ്മുടെ ലാലേട്ടനകത്ത് എപ്പിസോഡിനകത്ത് നമ്മുടെ ലാലേട്ടന് അടി കിട്ടിയിരുന്നു. അല്ല, അവാർഡിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിനായിട്ട് സംഭവം നടന്നത് ആര്യനും ജിസയിലും ഇതിന്റെ കാര്യം ലാലേട്ടൻ സംസാരിച്ചു. ആര്യനോട് ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു, എന്താ നമ്മുടെ ആര്യൻ നമ്മുടെ ജിസേലിന്റെ വാലായിട്ട് നടക്കുകയാണ്, കളിമാറ്റിക്കും ആര്യ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അനീഷിനോട് ചോദിച്ചു, കുളവാക്കിയ കേസിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ അവിടെ ഉണ്ടായി വന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ ലാലേട്ടൻ പതിയെ എല്ലാവരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. പൊളിയുവോ എന്നറിയാൻ പാടില്ല, പൊളിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് വലിയ ഫയറൊന്നും അല്ലായിരുന്നു. നല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പൊ നമുക്ക് റിവ്യൂലോട്ട് പോവാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തുള്ള വീക്കെൻഡിലുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഒരാഴ്ചയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അതിനകത്ത് ഇന്നലെ തലേദിവസം കാണിച്ചു കൊടുത്തതിനകത്ത്, അതായത് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് അവര് പ്രാങ്ക് ചെയ്യുന്നു. ജിഷിനും നമ്മുടെ ആരാഭിലാഷൂടെ പ്രാങ്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുത്തു. ആ പ്രാങ്ക് ചെയ്യുന്നതിനകത്ത് ആദ്യം ഇവര് വീട്ടുകാരെ പറ്റിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൂടുന്നതായിട്ട് കാണിച്ചു. ബിഗ് ബോസ് വരെ അവരുടെ പ്രാങ്കിൽ പെട്ടുപോയതാണ്. ബിഗ് ബോസ് വിളിച്ച് അവരോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു ദിവസം ലീവ് എടുക്കാന്ന് വെച്ചാലും നിങ്ങൾ സമ്മതിക്കൂലേ? ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ അടി കൂടുന്ന രണ്ടുപേരെ കൂടെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചില്ല ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബിഗ് ബോസ് വരെ ഓരോ പ്രാങ്കിൽ വീണ് പോയി. എന്താണ് ബിഗ് ബോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടന് അവാർഡ് കിട്ടിയതിന്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം തലേദിവസം തന്നെ ഇവരോട് പറഞ്ഞ ലാലേട്ടന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ എല്ലാവരും കൈയടിക്കുന്നു. എന്നിട്ട് ലാലേട്ടന്റെ ഒരു ഓർമ്മകൾ പറയാനും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ലാലേട്ടൻ ഇൻട്രോ കൊടുത്ത് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ചേച്ചിയില്ലേ, അഞ്ജന നമ്പ്യാരോ അങ്ങനെയാണ് പുള്ളിക്കാരുടെ പേരെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരി ഇൻട്രോ ഒക്കെ കൊടുത്തു. അതിന്റെ ആൾക്കാരൊക്കെ വന്നു, കേക്ക് കട്ട് ചെയ്തു. കേക്ക് അങ്ങോട്ടും കുറെ അവര് വന്നവരൊക്കെ ലാലേട്ടന് പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ എന്തായാലേ തിരിച്ചു പറയുന്നത്, അങ്ങനെ എന്നെ പറയുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ ലാലേട്ടൻ മാസമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊക്കെ ഒന്ന് പൊക്കേ, ഞാൻ എന്റെ പിള്ളേരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അത് സൂപ്പർ ഡയലോഗായിരുന്നു ലാലേട്ടൻ, അടിപൊളി ഡയലോഗായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേരുകളെല്ലാം കൂടെ കൈ കൊട്ടി ആഘോഷിക്കുന്നുണ്ട് ലാലേട്ടൻ ആ വാക്ക് പറഞ്ഞപ്പം. പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെയെല്ലാം വന്ന് ഇവരുടെ ഓർമ്മകൾ, ലാലേട്ടനെ കുറിച്ച് ഇവർക്ക് കൊച്ചില് എപ്പോഴേലും ഉണ്ടായ ഓർമ്മകൾ പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മകളും കുറച്ച് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുമോളുടെ ആയിരുന്നു. പിന്നെ അതിൽ കുറച്ച് പേര് ഇവരുടെ അവസരങ്ങൾ, ആ കൊടുത്ത അവസരം അവർ മുതലാക്കി. ഇത് ഒട്ടകത്തിന് ഇടകൊടുക്കുന്ന പോലെ പോയി കൊടുത്ത അവസരങ്ങൾ മുതലാക്കിയെടുത്ത കുറച്ച് പേരുണ്ട്. മുതലാക്കി എന്ന് പറയാനായിട്ട് നമ്മുടെ അനീഷ് പറഞ്ഞ ലാലേട്ടനോട്, ഞാൻ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ലാലേട്ടൻ എനിക്കൊരു ഡേറ്റ് തരുമോ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടു. ലാലേട്ടൻ ആക്കെ മോനെ, നീ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടു, നിനക്ക് അവസരം തരാം. പിന്നെ ഒനീലിന് എന്തോ ഒരു കിച്ചന്റെ എന്തോ സാധനം ലാലേട്ടന് വിട്ടു. അവിടെ ചെന്ന് അതില് കുക്ക് ചെയ്ത് ലാലേട്ടന് കൊടുക്കണമെന്ന് ആഗ്രഹം. അപ്പൊ ലാലേട്ടൻ ഞാൻ വീട്ടിൽ വന്നോട്ടെ ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ ഓക്കെ മോനെ, നീ വീട്ടിൽ വന്നു, എനിക്ക് കുക്ക് ചെയ്ത് വന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ ഈ ഒരു അവസരം കിട്ടിയെങ്കിൽ മുതലാക്കും. അപ്പം അതിലെന്നെ പറഞ്ഞ ഞങ്ങളെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ ലാലേട്ടാന്ന് ചോദിച്ചപ്പോ ലാലേട്ടൻ പറഞ്ഞാ പോരെ, വീട്ടിലോട്ട് പോരെ, നിങ്ങൾ എല്ലാരും പോരെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിവിന് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പൊ നിവിന് പറഞ്ഞ, നിവിൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡ്രസ്സ് ലാലേട്ടൻ ഇടുവോ എന്ന് ചോദിച്ചില്ല. ഒരു ഡ്രസ്സാണ്, ഒരുപാട് ഡ്രസ്സ് കൊണ്ട് അടുത്ത സീസൺ കണ്ട് ഒരുപാട് ഡ്രസ്സ് നീ കൊണ്ടുപോലെ. അങ്ങനെ നിവിനും ഒരു അവസരം കിട്ടി. പിന്നെ ആര്യന് ലാലേട്ടനോട് ഒരു ദിവസം സെറ്റിൽ പോയി നിന്നിട്ട് ലാലേട്ടന്റെ ക്യാരവാനിലൊക്കെ കയറി ലാലേട്ടൻ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാന്നൊക്കെ പഠിക്കണം. അതും പോരെ മോനെ, ലാലേട്ടൻ എല്ലാത്തിനും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നടക്കുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. നടക്കാനുള്ള ചാൻസ് ചിലപ്പോൾ നിവിന്റെ ഒക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുത്ത് അതൊക്കെ ലാലേട്ടന് പറ്റുമായിരിക്കും. അനീഷിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഏത് തരത്തിലാകും എന്ന് എനിക്കറിയാൻ പാടില്ല. അത് നടക്കാനുള്ള ചാൻസ് കുറവാന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അനീഷിന്റെ ഇപ്പോൾ ഉള്ള രീതി വെച്ചൊക്കെ സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒനീലിന്റെ നടക്കാൻ ചാൻസ് കുറവാണ്. ലാലേട്ടന്റെ വീട്ടിൽ ചെന്ന് ലാലേട്ടന് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആര്യന്റെ നടക്കാനുള്ള ചാൻസ് കുറവാ. പിന്നെ ആര്യനായാറിന് ഇടിച്ചു കയറി ചെന്ന് ലാലേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം തരാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ആരും പറഞ്ഞാല് ചിലപ്പോൾ നടക്കാം. ആര്യനായാറും ചിലപ്പോൾ നടത്തിയെടുക്കാനും ചാൻസ് ഉണ്ട്, ആര്യനല്ലേ.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനുമോളുടെ കേസ്. അനുമോള് പറഞ്ഞത് എനിക്ക് ചിരിച്ചിരിച്ചെന്റെ തല പണ്ടാരം അടങ്ങി പോയെന്ന് വേണം പറയാനായിട്ട്. അനുമോള് പറഞ്ഞത് ലാലേട്ടൻ എനിക്ക് കൊച്ചിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ കുഞ്ഞിലെ സ്വപ്നം കാണുമായിരുന്നു ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത്. അപ്പൊ വലുതാകുമ്പത്തേന് എന്റെ അച്ഛനും അമ്മയൊക്കെ പറയും വലുതാകുമ്പത്തേന് കെട്ടിച്ചേരാൻ ലാലേട്ടൻ എന്ന്. അയ്യോ അത് പറയും അനുമോളുടെ നാണം കാണുന്നായിരുന്നു. നല്ല രസമാണ്, ചമ്മിയ ഒരു ഇതൊക്കെ ആയിട്ട് ഫേസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറെ ചിരിച്ചത് കണ്ടിരുന്നു. അപ്പൊ ലാലേട്ടൻ എന്നോട് പറ ഐ ലവ് യു എന്ന് പറയാൻ പറ. അപ്പൊ ലാലേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. അനുമോൾ എന്നിട്ട് ഭയങ്കര സ്വർഗം കിട്ടിയല്ലോ. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. അത് കുറെ ചിരിക്കാൻ അനുമോളുടെ എക്സ്പ്രഷനോ സംസാരമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞു നൈസായിട്ട്. പിന്നെ ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ അനീഷിന്റെ നാട്ടിൽ കുളം ഉണ്ടോ, കായലുണ്ടോ, കടലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് ഇങ്ങ് വന്നിട്ട് ആ കുളം ഉണ്ടില്ല ലാലേട്ടാ, എന്റെ നാട്ടിൽ അതിമനോഹരമായ കുളങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അതുകൊണ്ടാണോ അനീഷ് എല്ലാ ടാസ്കും കുളവാക്കുന്നത്? അപ്പൊ അനീഷ് ഇത് ടാസ്കിലോട്ടാണോ പോകുന്നത്, എന്നെ തന്നെയാണല്ലോ ദൈവമേ പിടിച്ചേക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പൊ എല്ലാ ടാസ്കും എന്താ അനീഷ കുളവാക്കുന്നത്? കുളം ഉള്ളതുകൊണ്ടാണോ? പിന്നെ ആർക്ക് നമ്മൾ ഏത് ടാസ്ക് നിങ്ങൾ ഇങ്ങനെ കുളവാക്കുക? അത് മൈൽഡായിട്ട് ലാലേട്ടൻ പറഞ്ഞോട്ട് കുറച്ചുകൂടെ അവരോട് കുറച്ച് സീരിയസ് ആയിട്ട് സംഭവം പറയണമായിരുന്നു. കാരണം അവര് ഏത് ടാസ്ക് വന്നാൽ തമ്മിൽ തല്ലും അടിയും കൂട്ടിയിട്ട് അത് കുളവാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ലാലേട്ടൻ പറയണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ടിരിക്കുക, നല്ല രസമുണ്ടായിരുന്നു. ആദിലെ പൊക്കി ആദിലെ അനീഷിന്റെ മറ്റേ ആ വണ്ടിയുടെ പുറത്തൊക്കെ കയറിയിരുന്നല്ല, അത് കയറിയിരുന്ന് ചോദിച്ചു. പിന്നെ ഒനിയിലൊക്കെ കുളവാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. ഇതാരെ കുളവാക്കി? അനുമോളോട് ചോദിച്ചു അനുമോൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മറ്റേ ക്വാളിറ്റി ചെക്കർ ആകണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ടാസ്ക് ഇങ്ങനെ പോയി വരുന്ന ടാസ്ക് ഇല്ല, അതെങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വന്ന് ഈ ഇതില് നിങ്ങൾക്ക് ഇവരുടെ ക്വാളിറ്റി ചെക്കർമാരില് ഇവർക്കായിട്ട് കുറച്ചായിട്ട് ഫേവറബിൾ ആയിട്ട് നിന്നിരുന്നത് നമ്മുടെ ജിഷിനായിരുന്നു. അപ്പൊ ജിഷിനെ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് പുറത്താക്കി. അതെന്താ ജിഷിന് വേണ്ടി ആരാ വോട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ അത് നമ്മുടെ അനുമോളുടെ ഗ്യാങ് ഉണ്ടല്ലോ, അനുമോളുടെ പുതിയതായിട്ട് രൂപപ്പെട്ട ഗ്യാങ്. ഷാനവാസ, ആദില, നൂറ, അനുമോള്, അനീഷിനെ അതിനകത്തോട്ട് വലിച്ചിടാൻ ഷാനവാസിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അതിനകത്തോട്ട് വലിച്ചിടാൻ. പക്ഷെ അനീഷ് അതിനകത്തോട്ട് ചെന്ന് പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. പെടാതിരുന്നാൽ മതി. അനീഷ് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ കൂട്ടത്തിലോട്ട് ഒനിയിലും പിന്നെ നമ്മുടെ അഭിലാഷം വന്നു ചേർന്നു. അങ്ങനെയാണ് അനുമോള് അവിടെ ആയതും ജിഷിൻ പുറത്തായതും. അപ്പൊ അങ്ങനെ വന്നു. അതെല്ലാം കഴിഞ്ഞ ലാലേട്ടൻ പറയുന്നത് നോമിനേഷൻ ഒരാൾക്ക് കിട്ടിയില്ലേ വേറൊരാൾക്കും കിട്ടില്ല എന്നുള്ള മൈൻഡ് സെറ്റ്. അതെന്താ ടാസ്ക് മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പൊ ഇതിൽ ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ ഉണ്ടായിരുന്നു. ആ നോമിനേഷൻ ഫ്രീ ഒരാൾക്ക് ഞാൻ തരാം, നിങ്ങൾ ആരാന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാൻ പറഞ്ഞു. ലാലേട്ടൻ ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് തെരഞ്ഞു വെച്ചു ആദിലയ്ക്ക് കൊടുക്കാന്ന്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ഇവരുടെ ലാലേട്ടൻ ഇങ്ങനെ വന്ന് ഇവരുടെ പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിനെ എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ ഈ ഇവര് ആദിലെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു നിങ്ങള് ഏറ്റവും പെർഫോമൻസ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിട്ട ആള് ആദില. ആ ആദിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുക്കുന്നുണ്ട്. ഒന്നും മിണ്ടാനില്ല. അപ്പൊ അനീഷിനോട് ചോദിച്ചു. അപ്പൊ അനീഷ് ഏറ്റെന്ന് പറഞ്ഞാൽ ലാലേട്ട ഇത് ശരിക്കൊരു ഗ്രൂപ്പ് ഗെയിമാണ്, ഇത് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയേക്കുന്നതാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അനീഷ് ഇതിനിടയ്ക്ക് അനീഷിന് മുടി വീണ സംഭവം അനീഷ് മാക്സിമം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അനീഷിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, ഒരു മുടി കടയിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന സാധനത്തിൽ ഒരു മുടി ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കും. ചിലപ്പോൾ അതുകൊണ്ട് മറ്റേ ഈ ഇത് കിട്ടുന്ന കോടതി വരെ കയറി അതിന് പൈസ വാങ്ങിച്ചെടുക്കാവുന്ന കേസാണ്. അനീഷ് അപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ അനീഷിന്റെ ആ മുടി വീണ കേസുകളൊക്കെ ഇവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ഇവരുടെ ഈ ഗ്രൂപ്പിനെ പിടിച്ച് പുറത്തോട്ട് ലാലേട്ടനിട്ട് കൊടുത്തു. ഇത്രയും ഗ്രൂപ്പ് പിടിച്ച് പുറത്തോട്ടിട്ട് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായത് ഗ്രൂപ്പ് അങ്ങനെ നോമിനേഷൻ കാർഡ് ആർക്കും കൊടുത്തില്ല. നോമിനേഷൻ അത് ഞാൻ ഒരാഴ്ചയായിട്ട് ഇനോഗ്രേഷന് പോയിട്ട് വന്ന നമ്മുടെ പ്ലാച്ചിക്കുട്ടന് കൊടുത്തേക്ക് പനി പിടിച്ചെടുക്കാം. പ്ലാച്ചിക്കുട്ടന് കൊടുക്കാന്ന് പറഞ്ഞാൽ പ്ലാച്ചിക്കുട്ടന് കൊടുത്തു. അയ്യോ പ്ലാച്ചല്ലോ സ്പൈക്കുട്ടൻ, സോറി പേര് മാറോട്ടോ. പ്ലാച്ചി അനുമോളുടെ പ്ലാച്ചിയെ പെട്ടെന്ന് സ്പൈക്കുട്ടന് കൊടുത്തു ആ നോമിനേഷൻ കാർഡ്. പിന്നെ അത് കഴിഞ്ഞ ലാലേട്ടൻ വന്ന് ഈ അനീഷല്ല നമ്മുടെ ഇതില്ലേ ഇവൻ ആരാ നമ്മുടെ ഒനിയിലും അഭിലാഷും പിന്നെയും കൂടെ സംസാരിച്ചു. നിങ്ങൾ എന്താ സംസാരിച്ചേ?
അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ സംസാരിച്ചേനാ, അപ്പൊ ഞങ്ങളൊന്നും സംസാരിച്ചില്ല ലാലേട്ടാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സംസാരിച്ചില്ല, ഞാനിപ്പോ വീഡിയോ കാണിച്ചു തരാന്ന് വീഡിയോ കാണിച്ചു കൊടുത്തു. ഇവര് ആര്യനെയും ജിസേലിനെയും കുറിച്ച് സംസാരിക്കുന്ന കേസ് ഈ കാണിച്ചു കൊടുത്തു. കാരണം ആര്യൻ ജിസേലിന്റെ അടിമയായിട്ട് കിടക്കാണ്. ജിസേലിന്റെ തുണികൾ കഴുകി കൊടുക്കുന്നത്, ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്, പാത്രം കഴുകി കൊടുക്കുന്നത്, ഇതെല്ലാം ഈ ആര്യനാന്നുള്ള കേസ് ലാലേട്ടൻ അവിടെ. കാരണം ആര്യനൊരു ഹിന്റ് കൊടുക്കുന്ന, ആര്യൻ ഇങ്ങനെയല്ല കളിക്കുന്നത്, ആര്യന് നല്ല പൊട്ടൻഷ്യൽ ആളാണ്, ഗെയിമുകളൊക്കെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്ന ആളാണ്, ആര്യൻ നല്ല രീതിയിൽ കളിക്കണമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ അത് പറഞ്ഞു കൊടുക്കുന്നത് ആര്യന് മനസ്സിലായ നടത്തിൽ ഇവരെ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു. ആ വീട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും തന്നെ അത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് സംസാരിച്ച രാത്രിയിൽ നിന്ന് സംസാരിച്ചിരുന്ന വീഡിയോ ഇട്ട് കൊടുത്തു. അപ്പൊ ആര്യനും ജിസേലും തല കുമ്പിട്ടിരിക്കുക, തല താഴ്ത്തിരിക്കുക, അത്രയ്ക്ക് നാണക്കേടാ. അപ്പൊ എല്ലാവരോടും ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്ങനെ, അപ്പൊ അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് അക്ബർ വരെ, നമ്മുടെ ആര്യന്റെയും ജിസേലിന്റെ അടുത്ത ഫ്രണ്ടാണ് അക്ബർ വരെ പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവരൊരു ഫ്രണ്ട്സിന്റെ രീതിയിലല്ല, അതിലും എന്തോ ഒരു സംതിങ് എന്തോ ഇതായിട്ട് അവർക്ക് അക്ബറിനും തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞോണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെയും പറയട്ടെ, പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ പലപ്പോഴും കാണുമ്പോൾ തോന്നിയിട്ട് ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അവർ ഹസ്ബൻഡ് വൈഫ് ചെയ്യുന്ന പോലെയൊക്കെ ആരിന് വേണ്ടി ബെഡ് കോപ്പി കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ഇത്രയും ബെഡുകൾ ഫ്രീ ആയിട്ട്, ഇപ്പൊ ഇത്രയും പേര് എവിക്ഷനായി, ഇത്രയും ബെഡ് ഫ്രീ ആയിട്ടും ഇപ്പോഴും അവരൊന്നിച്ച് ഒരു ബെഡിലാണ് കിടക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അപ്പൊ അനീഷ് പറഞ്ഞു ഇവര് നല്ല സുഹൃത്തുക്കളാണ് എന്ന് അനീഷ് പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കാണുന്നവന്റെ കണ്ണിലാണ് കുരു, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി തലേദിവസം തന്നെ പറയുന്നുണ്ട്, ആരിന് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. തലേദിവസം ഏതൊരു ദിവസം ആരും നീ അങ്ങനെ വലയിച്ചെന്ന് നീ പെടരുത്, നല്ല രീതിയിൽ കളിക്കുന്ന ഇതാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ, നല്ല നന്മമാരമായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അത് ഷാനവാസ് നൈസായിട്ട് കുളിച്ചു കൊടുത്തു. അപ്പൊ ഷാനവാസിനോട് ചോദിച്ചു ഷാനവാസിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലെനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, പക്ഷെ ലക്ഷ്മി പറഞ്ഞ കേസിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് പറഞ്ഞു ലക്ഷ്മി ഇവിടെ വന്നപ്പം ആരിന്റെ ജിസലിന്റെ കേസിൽ ഫസ്റ്റ് ലക്ഷ്മിയാണ് ഇത് പറഞ്ഞു തുടങ്ങി, പുതപ്പിന്റെ അടിയിൽ നിന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ കേസ്. ഇപ്പൊ ലക്ഷ്മി അത് മാറ്റി പറയുന്നു. അത് കറക്റ്റായിട്ട് ലക്ഷ്മിനെ പിടിച്ച് പുറത്തോട്ടിട്ട് കൊടുത്തു കേട്ടോ ഷാനവാസ്. അപ്പൊ അനുമോൾ ആ സംഭവം പുതപ്പിന്റെ സംഭവം പറഞ്ഞില്ലായിരുന്നോ, ആ സമയത്ത് നമ്മുടെ മേക്കപ്പ് റൂമിൽ പൗഡർ റൂമിൽ പോയിരുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞ അനുമോള് പറഞ്ഞ് കറക്റ്റാ, അനുമോള് നല്ലതാ നീ പേടിക്കണ്ട, അതായത് അവളത്തെ സ്ട്രോങ് ആയിട്ട് പറയല്ലേ എന്നാണ് അനുമോളെ ശരിക്കും പുകഴ്ത്തി അടിച്ച ലക്ഷ്മിയാണ്. ഇപ്പൊ നേരെ തിരിഞ്ഞ് ലാലേട്ടന് മുന്നിൽ തിരിഞ്ഞെന്ന് പറഞ്ഞത്. എന്തായാലും കറക്റ്റായിട്ട് ലക്ഷ്മിനെ പിടിച്ച് ഷാനവാസ ലാലേട്ടന് മുന്നിലും ആൾക്കാരുടെ മുന്നിൽ കൊടുത്തുകൊണ്ട് ലക്ഷ്മി പറയുന്ന ലക്ഷ്മിക്ക് ഡബിൾ സ്റ്റാൻഡ് ലക്ഷ്മിക്ക് അതിന്റെ ബസ് സ്റ്റാൻഡാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിവിൻ വന്ന അത് അവരെ കാണുന്നവരുടെ കണ്ണിലാണ് കുരു, അവരുടെ പുതപ്പിനടി കിടന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാൻ നിവിൻ അവിടെ നൈസായിട്ടൊന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അനുമോളോട് ചോദിച്ചു. അനുമോള് പറഞ്ഞു എന്റെ പൊന്നിലാലേട്ടാ അന്നത്തോടുകൂടി എനിക്ക് മതിയായിരുന്നു പുതപ്പിന്റെ അടിയിൽ അത് ഞാൻ അത് മൈൻഡ് ചെയ്യാനേ പറ്റില്ല, എന്തേലും ആയിപ്പോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കാൻ പോലും പോകുന്നില്ല നമ്മുടെ അനുമോള് പറഞ്ഞു. അനുമോൾ അന്നത്തെ സംഭവം ലാലേട്ടന്റെ വഴക്കം കൊണ്ട് അനുമോൾക്ക് മതിയായിട്ടിരിക്കും. അനുമോള് പിന്നെ ഇതിന് ഒരഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ ആര്യന് കറക്റ്റ് ആയിട്ട് ഒരു ഹിന്റ് കൊടുക്കുന്ന, പക്ഷെ അത് ആര്യന് മനസ്സിലായാൽ മതി. ആര്യനിപ്പോ കുറച്ച് പോസിറ്റീവ് വരുന്നുണ്ട് ആൾക്ക്. ആദ്യം ആര്യനെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു എല്ലാവരും കണ്ടു. ഇപ്പൊ ചെറുതായിട്ട് ആര്യനോട് ഇഷ്ടവും, ആര്യന്റെ മാങ്ങാണ്ടിക്കഥയൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആരും കുറച്ച് പോസിറ്റീവായി വരുന്നുണ്ട്. അപ്പൊ ജിസേലിന്റെ വാലിൽ നിന്നൂടെ വിട്ടാൽ ഒരു ഫൈനൽ 5 എത്തേണ്ട കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. കാരണം അത്ര നന്നായിട്ട് ഗെയിം മറ്റേ ഈ കണ്ണ് കെട്ടിട്ട് ഇത് കണ്ടുപിടിക്കാൻ അത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് ആര്യൻ. ഫൈനൽ 5 വരാൻ യോഗ്യതയുള്ള ഒരാളാണ് ആര്യൻ. പക്ഷെ ആര്യൻ ഈ ജിസേലിന്റെ പാവാടവളിയിൽ നിന്ന് മാറി ജിസേലിനെല്ലാം അടിമയായിട്ട് ചെയ്തു കൊടുക്കുന്നതിന് മാറിയാൽ ആര്യൻ നല്ലൊരു കണ്ടസ്റ്റന്റ്, സൂപ്പർ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അത്ര സംഭവങ്ങൾ. അപ്പൊ ആരും ചോദിച്ചില്ല ലാലേട്ടാ എന്താ ഇവരെല്ലാം ഇങ്ങനെ പറയാം, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങള് എന്താ ലവ് ട്രാക്ക് എന്ന് വെച്ചാൽ എന്താ ലാലേട്ടാ ലവ് ട്രാക്ക് എന്ന് വെച്ചാൽ എന്താന്നൊക്കെ കാര്യം പറഞ്ഞു. പക്ഷെ ആരും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അക്ബർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ ആര്യം പറഞ്ഞു ഇവര് തമ്മിൽ ജസ്റ്റ് ആയിട്ട് എന്നാ നമ്മളെ കാണിക്കാനൊക്കെയാന്ന് തോന്നുന്നു വഴക്കൂടി. ഇപ്പൊ ആര്യം പറഞ്ഞു എന്താ ഞാൻ പട്ടിണി കിടന്നാലും നിന്നെ ഞാൻ കഴിപ്പിക്കും, നിന്നെ ഞാൻ പട്ടിണി കിടത്തൂല എന്നൊക്കെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ബർ ചോദിച്ചു ഇതൊക്കെ സാറിന് ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാം കൊണ്ട് പറയാം, ഞാൻ പട്ടിണി കിടന്നാലും നിന്നെ ഞാൻ നോക്കും അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ആരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ സംതിങ് എൽസ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണുന്ന കാഴ്ചയിലും ആണേലും ഇവരുടെ ഇതൊക്കെ ആണേലും നമുക്ക് തോന്നും എന്തോ എൽസ് സംതിങ് അങ്ങനെ ഉണ്ടോ നമുക്കും തോന്നും.
അപ്പൊ അങ്ങനെ ഇതെന്താ ലാലേട്ട ലവ് ട്രാക്ക് എന്താന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ പറയുന്നതാ എന്നൊക്കെ ജിസയിലും പറയുന്നത്. പക്ഷെ ലാലേട്ടൻ അത് കറക്റ്റായിട്ട് ഹിന്റ് കൊടുത്ത് ആര്യൻ അത് മനസ്സിലായി. ആര്യൻ കളിച്ചെന്നല്ല, ലാര്യൻ അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ മെയിനായിട്ട് സംഭവങ്ങൾ അവിടെ നടന്നിരുന്നത്. പിന്നെ വേറെ പറയാനായിട്ട് പിന്നെ നോമിനേഷൻ കാര്യങ്ങളൊക്കെ ഇന്നാണ് നടക്കുന്നത്. ഇന്ന് ജിഷിനും പിന്നെ ആരാ നമ്മുടെ അഭിലാഷും ഔട്ടാവുന്ന പറഞ്ഞത്. സാബുമോൻ നിൽക്കുമ്പോൾ ജിഷിന് അഭിലാഷ് പിന്നെ വലിയ ഗെയിമൊന്നും എനിക്ക് തോന്നുന്നില്ല. അഭിലാഷിന് എന്ത് ഗെയിമുള്ള, അഭിലാഷിന് പ്രത്യേകിച്ച് എന്തേലും വരുമ്പോൾ ചാടിക്കടിച്ച് വരുന്നതല്ലാണ്ട് കണ്ടമാനൊരു ഗെയിമിങ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ജിഷിൻ എന്നാലും അത്യാവശ്യം വർത്താനം പറയുന്ന ആള് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഇടപെടുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന ആൾ. അപ്പൊ ജിഷിൻ ഔട്ടാവുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സാബുമോൻ അവിടെ നിന്ന് ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. ലക്ഷ്മി കുറെ നന്മമരവും മറ്റേ ഇവരെ കുറ്റം പറയും അങ്ങനെ ആ ഒരു ഇതുകൾ അല്ലാണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മിക്കും ഇല്ല. അപ്പൊ ലക്ഷ്മി സാബുമോനെ നിൽക്കുമ്പോൾ നമുക്ക് ആരാ നമ്മുടെ ജിഷിൻ ഔട്ടാവുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. സാബുമോനൊക്കെ ആരാ വോട്ട് ചെയ്ത്? സാബുമോനൊക്കെ ദൈവത്തെ ഓർത്ത് ആരും വോട്ട് കൊടുക്കരുത്. കളിക്കുന്ന പറഞ്ഞ് സംസാരിക്കുന്നവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ്. ഇവരിങ്ങനെ പറഞ്ഞല്ലോ അവരിങ്ങനെ പറഞ്ഞല്ലോ അവർക്ക് ഇട്ടുമ്പോൾ കൊടുക്കുക അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ഈ പറഞ്ഞ് വർത്താനം പോലും പറയാനറിയാത്ത സാബുമോനൊക്കെ എന്തിനാ അവിടെ വോട്ട് ചെയ്ത് നിർത്തുന്നത്? ഇപ്പൊ നെക്സ്റ്റ് വീക്കോട്ട് ഫാമിലി വീക്കാന്ന് പറയുന്നുണ്ട്. ഫാമിലി വീക്കും കൂടെ കഴിഞ്ഞാൽ പൂർത്തിയാവും എന്തായാലും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുള്ളൂ. പിന്നെ ലാലേട്ടൻ ഇന്ന് പറയാന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ എവിക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. ടാറ്റാ.